ഹായ് നമസ്കാരം. ഡെയിലി വിഷ്വൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച സൺഡേ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ രാവിലെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. നല്ല വെയിലൊക്കെ തന്നെയാണ് കേട്ടോ. നല്ല ചൂടൊക്കെ ഉണ്ട്. വെയിലിന് അത്യാവശ്യം നല്ല ചൂടാണ്. മഴ വരുമോ എന്നറിയില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങളെ മുൻവശത്ത് കുറേ സ്ഥലങ്ങൾ തന്നെ ഒഴിഞ്ഞ് കിടക്കുകയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ വീഡിയോസിലൊക്കെ. അപ്പോൾ അതിൽ ഞങ്ങൾ കുറേ എന്താ പറയുക പശുക്കളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് തീറ്റപ്പുൽകൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ തന്നെ കാട് പിടിച്ച് കിടക്കുകയായിരുന്നു. മറ്റുള്ള കാടും പടലൊക്കെ വന്ന് പുൽകൃഷിയൊന്നും കാണാത്ത രീതിയിൽ ഇങ്ങനെ മറഞ്ഞു നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥർ വന്നിട്ട് ഈ കാടൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തീറ്റപ്പുല്ലൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ പശുക്കളൊക്കെ സുരേട്ടൻ്റെ കൂട്ടുകാരി സുലേഖ തത്തയാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരെയാണ് ഇപ്പോൾ ഞങ്ങളെ പുല്ലും കൊണ്ടുപോകാറുള്ളത് കേട്ടോ. അപ്പോൾ അവർ വന്നിട്ട് കുറേ ദിവസം അതിനെ പുല്ലൊക്കെ നന്നായി വെട്ടാനായിട്ടുണ്ട്. ഈ സ്ഥലം എന്താ പറയുക, അതിൻ്റെ ഉടമസ്ഥർ എന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ മനസ്സുള്ള ആൾക്കാരാണ് കേട്ടോ. ഞങ്ങളുടെ ആവശ്യത്തിനുള്ള കൃഷികളും കാര്യങ്ങളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു ഈ ഒരു സ്ഥലത്ത്. പിന്നെ അവരങ്ങനെ എല്ലാ ദിവസവും വരിക അല്ലെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ കുറേ സ്ഥലങ്ങളിലായതുകൊണ്ട് ഇതങ്ങനെ ഒഴിഞ്ഞു കിടക്കും. എപ്പോഴെങ്കിലുമൊക്കെ തേങ്ങ ഇടാനോ അങ്ങനെയൊക്കെ വരാറുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ ഒട്ടുമിക്ക കൃഷികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ മാത്രമല്ല കുറേ ആൾക്കാരൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ആരും അങ്ങനെ കൃഷികളൊന്നും ചെയ്യുന്നില്ല. കാര്യം എന്താ വെച്ചാൽ പന്നി ശല്യം കൊണ്ടാണ്. അപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാകുമ്പോൾ എന്താ പറയുക, കാടൊക്കെ വെട്ടി തെളിച്ച് അവന് ഇഷ്ടമുള്ളത്ര സ്ഥലത്ത് കൃഷി ഉണ്ടാക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കൃഷികൾ, പല വിധത്തിലുള്ള കൃഷികൾ നമ്മളതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മഴക്കാലത്താണ് ചെയ്യുക കേട്ടോ. നന കിട്ടുന്ന സമയമാകുമ്പോൾ, മഴക്കാലത്താകുമ്പോൾ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ലല്ലോ. ആ സമയത്താണ് കൃഷി ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഏകദേശം എല്ലാമ്പോഴത്തേക്ക് കൃഷി തീരുന്ന കൃഷികളായിരിക്കും. നമ്മുടെ കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, പിന്നെ അതുപോലെ എന്താ പറയുക മഞ്ഞൾ, പയർ, വെണ്ട, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ എല്ലാം അവിടെ തന്നെ ഉണ്ടാക്കിയിരുന്നു. പിന്നെ കോവയ്ക്ക പന്തൽ എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ അന്നൊക്കെ നമ്മൾ കൃഷി ചെയ്തപ്പോൾ അതിൻ്റെ ഒരു സൈഡിലൊരു മുരിങ്ങ കൊമ്പ് കൊണ്ട് നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിടയ്ക്കൊക്കെ ഇലകളുണ്ടാകും. കാര്യം എന്ന് വെച്ചാൽ ഈ കാടിനുള്ളിലാകുമ്പോൾ ഒരുപാട് ഇലകളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്നാലും അത് പുല്ലിൻ്റെ മേലേക്ക് വളർന്ന് ഇങ്ങനെ ചെറിയ കൊമ്പുകളിലൊക്കെ ഒരുപാട് ഇലകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് ഇത് അവിടത്തേക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ മുരിങ്ങയിലയിൽ കുറേ കമ്പുകളൊക്കെ കണ്ടു. അതിൽ കുറേ ഇലകളുണ്ട്. അപ്പോൾ അതൊക്കെ ഒടിക്കാനായിട്ട് വന്നപ്പോൾ അതിൻ്റെ കമ്പ് പൊട്ടി താഴെ പോകുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും മുരിങ്ങയിലയുടെ കമ്പൊക്കെ എന്തായാലും വെട്ടാനായിട്ടുണ്ടായിരുന്നു. അതേതായാലും താഴെ പോകുന്നവിടെ ചാരി വെച്ചിട്ടുണ്ട്. ഞാൻ മുരിങ്ങയിലൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പരിപ്പ് മുരിങ്ങയില കറി ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും മുരിങ്ങയില കിട്ടിയപ്പോൾ സാധാരണ നമ്മൾ അധികം മുരിങ്ങയില താളിപ്പാണ് ചെയ്യുക കേട്ടോ. ഈ പരിപ്പും മുരിങ്ങയിലയും തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം അങ്ങനെ അതൊക്കെ കൊണ്ട് വീട്ടിലെത്തി. ഇനി നന്നായിട്ട് ശ്രദ്ധിക്കണം, ഇതിൽ പ്രാണികളുണ്ടാവും. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് വേണം, അല്ലെങ്കിൽ നമ്മളെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധ പാളിപ്പോയാൽ ഇത് കറിയിലിരിക്കും. അപ്പോൾ പിന്നെ എന്താ നോൺ വെജ് കറിയാവും. അപ്പോൾ അതൊക്കെ നല്ലോണം നോക്കിയതിന് ശേഷം അതിലേക്ക് ഊരിയെടുത്തു. ഞാനിങ്ങനെ മുരിങ്ങയിലൊക്കെ ഊരിയെടുത്തിട്ട് എന്താ പറയുക 2-3 ദിവസമൊക്കെ വെച്ചിട്ട് താളിപ്പാണ് മിക്കവാറും ഉണ്ടാക്കാറെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ പാത്രത്തിലാക്കിയിട്ട് അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ ഇനി നേരം വൈകി വരുന്ന ദിവസമായാലും വൈകുന്നേരം കറിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് താളിപ്പാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. ഇങ്ങനത്തെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക ആവശ്യത്തിനുള്ള എടുത്തതിന് ശേഷം. അപ്പോൾ എന്തായാലും മുരിങ്ങയില പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ കുറച്ച് മാറ്റി വെച്ച് ബാക്കി നമുക്ക് ഫ്രിഡ്ജിലെടുത്തേക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളത് ആ പ്രഷർ കുക്കർ, ഞാൻ പറഞ്ഞില്ല ഒരു പ്രധാന സഹായിയാണ് എന്നെന്ന്. അപ്പോൾ നമ്മൾ പ്രഷർ കുക്കറിലേക്ക് ഇത്തിരി പരിപ്പ് കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് വേവട്ടെ. ഇപ്പം ഇത് ഞാൻ പറഞ്ഞല്ലോ കൃഷികളൊന്നും ഉണ്ടാക്കണമെന്നില്ല എങ്കിൽ പോലും കുറച്ച് കൃഷികളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് കിട്ടിയ നാടൻ പയർ, കുറ്റിപ്പയറാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉപ്പേരി ഉണ്ടാക്കാനായിട്ടൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാന്താരി മുളകൊക്കെ ചേർത്ത് ഉപ്പേരി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മുളക് പൊടി. ഓരോരുത്തരുടെയും എരിവ് വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ, അതാണ് ഞാൻ അങ്ങനെ പറയണത്. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം എരിവൊക്കെ വേണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ഇത്രയും സംഭവങ്ങളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ മുരിങ്ങയില പരിപ്പ് കറിയൊക്കെ എല്ലാ വീടുകളിലും എല്ലാവരും ഉണ്ടാക്കുന്നതാണെന്നറിയാം. എന്നാലും ഞാൻ ഞായറാഴ്ച വിശേഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഒക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ട് മുളക് പൊടിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കഴുകി നന്നായിട്ട് വെള്ളം വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു മുരിങ്ങയില, അതാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ മുരിങ്ങയില ഒരുപാട് നേരം വേവരുത്, വെന്ത് കഴിഞ്ഞാൽ കയ്പ്പ് വരും.
അങ്ങനെ മുരിങ്ങയിലൊന്ന് വെന്ത് വന്നതിന് ശേഷം നമ്മളതിലേക്ക് തേങ്ങ അരച്ചത് ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങ അരക്കണതിൽ ചില ആൾക്കാർ ചെറിയ ഉള്ളി നല്ല ജീരകമൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളത് ചേർക്കാറില്ല, എനിക്ക് അതിൻ്റെ ഇഷ്ടം അല്ല ആ ഒരു ടേസ്റ്റ്. അതുകൊണ്ട് വെറും തേങ്ങ മാത്രമേ ഞാൻ അരച്ചിട്ടുള്ളൂ. അപ്പോൾ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി മുരിങ്ങയില പരിപ്പ് കറി റെഡിയായി കേട്ടോ. ഇപ്പോഴത്തെ തേങ്ങ ചേർത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ നമുക്കിത് കറി ഇറക്കി വെക്കാം. അപ്പോൾ ഞങ്ങൾക്ക് എന്താ പരിപ്പ് മുരിങ്ങയില കറി, പയറിൻ്റെ ഉപ്പേരി, മാങ്ങ അച്ചാർ, പപ്പടം, ഇതൊക്കെയാണ് ഞങ്ങൾക്കൊന്ന് ഉച്ചയ്ക്കത്തെ ഫുഡിലേക്ക് കേട്ടോ. അടിപൊളിയായിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്ബാക്കി കൂട്ടാക്കണേ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.